നാട്ടിലെ ആ നാടൻ മാമ്പഴത്തോടുള്ള കൊതിയുണ്ടല്ലോ, അത് കുറച്ചെങ്കിലും ഒന്ന് മാറിക്കിട്ടിയത് അറബ് നാട്ടിലെ ഈ നാടൻ മാമ്പഴം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു മാമ്പഴ പുളിശ്ശേരിയും അങ്ങ് വെച്ചു. കഴുകി വൃത്തിയാക്കിയ മാങ്ങയുടെ ഞെട്ടെല്ലാം അരിഞ്ഞു മാറ്റി തോല് പൊളിച്ചെടുക്കാം. അങ്ങനെ തൊലിയെല്ലാം പൊളിച്ചെടുത്ത മാങ്ങകളിലേക്ക് ചെറിയൊരു കഷ്ണം ശർക്കര, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, കുറച്ച് വെള്ളവും ഒഴിച്ച് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിക്കാൻ വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മുറി ചിരവിയ തേങ്ങ, എരിവിന് ആവശ്യത്തിന് പച്ചമുളക്, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും ഒഴിച്ച് തരിയില്ലാതെ അരച്ചെടുക്കാം. ഇതുപോലെ ആ സമയം കൊണ്ട് മാങ്ങയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും. ഇനി മൂടി തുറന്ന് നന്നായി ഇളക്കി കൊടുത്ത് നമ്മൾ അരച്ചു വെച്ച തേങ്ങാ മിക്സും ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇതുപോലെ ചെറുതായി ഒന്ന് തിളച്ച് വരുമ്പോൾ തീ ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് 2 വലിയ സ്പൂൺ അളവിൽ തൈര് ഒഴിച്ചു കൊടുത്ത് ഒരു ഫോർക്ക് വെച്ചോ അതല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചോ ഇതുപോലെ നന്നായി കട്ടിയില്ലാതെ ഉടച്ചെടുക്കാം. ഇനി ഇത് മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇളക്കി യോജിപ്പിക്കാം. ഇനി താളിപ്പിനായി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് എണ്ണയൊന്ന് ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക്, ചെറുതായി അരിഞ്ഞ് 4-5 ചെറിയുള്ളി, 3-4 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. ഇനി ഇതൊന്ന് പാതി മൂത്ത് വരുമ്പോൾ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് മൂപ്പിച്ച് താളിച്ചൊഴിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി മാമ്പഴ പുളിശ്ശേരി റെഡി. അപ്പോൾ എങ്ങനെയാ ചെയ്ത് നോക്കല്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് ഈ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇത്തരം ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.